Hello all, welcome to my channel. Hope you are staying happy and healthy. So am I. So in this video, I'll be showing you all the things that I carry in my makeup bag while traveling. This makeup മാത്രമല്ല skincare products ഉണ്ട് ട്ടോ. So this is the bag I usually carry travel ചെയ്യുമ്പം. ഈ ഒരു ബാഗ് വന്നിട്ട് ഞാൻ 2019 or 18 ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാഗാണ് കേട്ടോ. ഭയങ്കര സ്പേഷ്യസ് ആണ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും. ഓരോന്നായിട്ട് കാണിച്ചു തരാം. റാൻഡമായിട്ട് നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ഫേസ് വാഷ് ആണ്, മമാർത്തിൻ്റെ ഒരു ഫേസ് വാഷ് ആണ്. പിന്നെ വെറ്റ് വൈപ്സ് ഉണ്ട്, വെറ്റ് വൈപ്സ് അല്ല, മേക്കപ്പ് റിമൂവിങ് വൈപ്സ് ഉണ്ട്. ലിപ്സ്റ്റിക് അല്ലെങ്കിൽ മേക്കപ്പ് ബേസ് ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പോൾ ഇടാറില്ല. ബേസിക്കലി നമ്മുടെ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ കാജൽ ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈപ്സ്, മേക്കപ്പ് റിമൂവിങ് വൈപ്സ്. ബോഡി മിസ്റ്റ് ഉണ്ട്. ഇത് വന്നിട്ട് സോൾ ഡി ജനീറോയുടെ അത്യാവശ്യം ഒരു വൈറലായൊരു ബോഡി മിസ്റ്റ് ആയിരുന്നു. നല്ലൊരു ഫ്രീഗ്രൻസ് ആണ് കേട്ടോ. ഒരു ക്യാരമൽ പിസ്താഷ്യോ ഒക്കെ ക്യാരമലും പിസ്താഷ്യോ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആണിത്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂമാണ് കേട്ടോ. ബോഡി മിസ്റ്റ് ആണ്. ദെൻ ഐ ഹാവ് ഇങ്ങനത്തെ വൈഡ് ടൂത്ത് ഉള്ളൊരു കോമ്പുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പം ഞാനിങ്ങനെ സ്റ്റേക്കേഷൻ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് കാജിൽ ബാഗിൽ വെക്കുന്നതിന് പകരം ഞാൻ അവിടെ ടേബിളിൽ വെച്ചു, എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് വന്ന വഴിക്ക് സ്റ്റുഡിയോയിൽ കയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാജിലാണ് ഇത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ഒരു ഐലൈനർ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഐലൈനർ എൻ്റെ കയ്യിൽ തീർന്നു പോയായിരുന്നു. സോ ഒബ്വിയസ്ലി വാങ്ങിക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഏതായാലും കാജിൽ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഐലൈനറും കൂടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് എൻ്റെ ബേസിക് ഐയിൽ ഞാൻ ഇടുന്ന സംഭവം. പിന്നെ മസ്കാര ഉണ്ട്, മാർസ് കോസ്മെറ്റിക്സിൻ്റെ ഒരു മസ്കാര. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. സ്കിൻ കെയറും ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് ഒരു സ്നെയിൽ മ്യൂസിൻ ആണ്, കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ. സ്കിന്നിനെ കുറച്ച് പ്ലംപി ആൻഡ് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ്. പിന്നെ ലിപ് ബാം ഉണ്ട്. ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. വിഷ്കേൻ്റെ ലിപ് ബാം ആണ്. നമുക്ക് പിഗ്മെന്റേഷനെ കൺട്രോൾ ചെയ്യാനും ലിപ്സ് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് ഒരു എപ്പിലേറ്റർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫേസ് റേസർ, എപ്പിലേറ്റർ എന്നാണെന്ന് തോന്നുന്നു കറക്റ്റ് ടേം. നമ്മുടെ ഫേസിലെ അൺവാണ്ടഡ് ഹെയർസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കാൻ തോന്നിയിട്ട് ഓൾമോസ്റ്റ് 3 years ആയി. നമ്മൾ ബാറ്ററി മാറ്റിയിട്ടാൽ മതി. നല്ലൊരു സാധനമാണ്. പിന്നെ ഐ ഹാവ് ഇതുപോലെ ഫേസ് റേസേഴ്സ് ഉണ്ട്, 2 ഫേസ് റേസേഴ്സ് ഉണ്ട് കേട്ടോ. ഇതും ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് വന്നിട്ട് കളർ ബാറിൻ്റെ ഒരു ഇലുമിനേറ്റിംഗ് ലോഷനാണ്. കുറച്ചൊരു പൊടിക്കൊരു സിംഗിൾ ഡ്രോപ്പ് മതി നമ്മുടെ ഫേസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്, ഒരു ഗ്ലോ തരാനായിട്ട്. ഇലുമിനേറ്റിംഗ് ലോഷനാണിത്. ഇതെൻ്റെ സെക്കൻഡ് ബൈ ആണ് കേട്ടോ. നൈക്കിയിൽ നിന്നാണ് വാങ്ങിച്ചത്. 995 rupees ആണ്, ബട്ട് വർത്ത് ബൈയിങ് ആണ്. പിന്നെ മാർസിൻ്റെ ഒരു ലിപ് ലൈനർ ഉണ്ട്. എനിക്ക് ആകെ 2 ലിപ് ലൈനേഴ്സേ ഉള്ളൂ. അതിനകത്തൊരു ലിപ് ലൈനറാണ് ഇത്, മാർസിൻ്റെ. ദെൻ ഐ ഹാവ് ദിസ് മിനി പെർഫ്യൂം. ഇത് വന്നിട്ട് ഡിയോറിൻ്റെ ഹിപ്നോട്ടിക് പോയിസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. ഭയങ്കര സ്മെല്ലാണ്. ഇത് വന്നിട്ട് നമുക്കൊരു ഗിഫ്റ്റ് സെറ്റ് ഉണ്ട് ഡിയോറിൻ്റെ. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. ഇറ്റ്സ് ലൈക്ക് ഒരു 5 നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡിയോറിൻ്റെ പെർഫ്യൂംസ് ഉണ്ടായിരിക്കും. എന്തായിരുന്നു, പോയ്സൺ, അതുപോലെ തന്നെ ജഡോർ, അങ്ങനെ ഒരു 5 വേരിയൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മിനി വേർഷൻ ആണ് കേട്ടോ. ഇത് ലൈക്ക് ഊത് പോലെ, ഇങ്ങനെ സ്പ്രേ അല്ല, ഇറ്റ്സ് ലൈക്ക് ഊത് പോലെയാണ് കേട്ടോ. സോ ഭയങ്കര നല്ല സ്മെല്ലാണ്. അപ്പം നമുക്കിങ്ങനെ ഡ്രസ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു പെർഫ്യൂം എൻ്റെ കയ്യിലുണ്ട്. ഇനിയുള്ളതെല്ലാം ലിപ്സ്റ്റിക് ആൻഡ് ഓക്കെ. ഇത് വന്നിട്ട് ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. പക്ഷേ ഐ ഷാഡോ പാലറ്റിൻ്റെ ബ്രഷ് എടുത്തിട്ടില്ല, കൈ കൊണ്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് വന്നിട്ട് ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പൂളിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഐബ്രോ കിറ്റും കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ ഷെയ്ഡ്സ് ഉണ്ട്, ബ്രൗൺ ഷെയ്ഡ്സ് ഉണ്ട്. ഇതും മാർസിൻ്റെ ഒരു പാലറ്റാണ്. ഇതിനകത്തും 2 ബ്രഷ് സെറ്റൊക്കെ അടങ്ങിയിട്ടുള്ളൊരു
പാലറ്റാണ്. പിന്നെ ഇത് വന്നിട്ട് മാർസിൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷാണ്. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പം പൊതുവേ എന്തെങ്കിലും ഫങ്ഷൻ അല്ലാതെ ഫേസിൽ ബേസ് ആയിട്ട് തന്നെ ഫൗണ്ടേഷൻ സ്കിൻ ടിൻ്റ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല. വാട്ട് ഐ ഡു ഇസ് ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യും ആൻഡ് ഈ ഒരു സ്കിൻ ഇലിമിനേറ്റിംഗ് ലോഷൻ ഉണ്ട്, ദെൻ ലിപ്സ്റ്റിക്സ് ആൻഡ് സംടൈംസ് ഐ ഷാഡോ ഇടും. ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു ബ്ലഷ് ഇതിൻ്റെ നെയിം എന്താ, ഡസ്ക് എന്നാണ് ഈ ഒരു വേരിയന്റിന്റെ പേര്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവ് പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. സോ ഈ ഒരു ബ്ലഷ് ഉണ്ട്. അയ്യോ ചാടിപ്പോയി. അതുണ്ട്. ഇനി ലിപ് സ്ക്രബ് ഉണ്ട്. എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ ലിപ് ബാം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് ഷുഗറിൻ്റെ ഒരു ലിപ് സ്ക്രബാണ്. ഇത് വെച്ച് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് ലിപ് ബാം ഇട്ടിട്ടുണ്ടെങ്കിൽ യു ആർ റെഡി ടു ഗോ. അതുണ്ട്. ഇനി എല്ലാം ലിപ്സ്റ്റിക്സ് ആണ്. എനിക്കറിയില്ല, ഞാനിങ്ങനെ ആക്ച്വലി ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല, പക്ഷേ എനിക്കിങ്ങനെ കുറേ മിക്സ് ചെയ്തിടുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട്. കുറേ എന്ന് പറയാനൊരു 6 നമ്പേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് വന്നിട്ട് NYB എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. സ്നഗിൾ സീക്രട്സ് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. പേർപ്പിളിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പേർപ്പിളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതന്നെ സെക്കൻഡ് ബൈ ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഒരു ബ്രൗൺ ആൻഡ് പീച്ച് കളർ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ദെൻ ഇത് വന്നിട്ട് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ കൊക്ക പ്ലം എന്ന് പറഞ്ഞിട്ടുള്ള 05 കൊക്ക പ്ലം എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്. വളരെ പ്രിറ്റി ഷെയ്ഡാണ്. ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ദെൻ ഇത് വന്നിട്ട് നൈക്കയുടെ ഡാൻസ് ഡീവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് കളർ, ബ്രിക്ക് റെഡ് കളർ ഷെയ്ഡാണ്. ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ദെൻ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഒരു ടൈമിൽ വൈറലായ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡായിരുന്നു ലോറിയലിൻ്റെ. ദിസ് ഇസ് ലൈക്ക് 635 വർത്ത് ഇറ്റ് മീഡിയം ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതും നല്ലൊരു ലോങ് സ്റ്റേയിങ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഒരു പിങ്ക് മോവ് കളറാണ് ഇത് വരുന്നത്. ഇനി ഇത് മാർസിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. പ്രോപ്പർ ബ്രൗൺ ഷെയ്ഡാണ്. നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അതുണ്ട്. ദെൻ ലാസ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് ദിസ് ഇസ് മൈ ഫേവറേറ്റ്. ഇത് വന്നിട്ട് അഗെയിൻ നൈക്കയുടെ ജേഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ക്രയോൺ ആണ്. ഇതും നല്ലപോലെ ഒരു മൂവ് ഡാർക്ക് പിങ്ക് കളർ, ഒരു ബെറി കൈൻഡ് ഓഫ് ഷെയ്ഡ് നൽകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. സോ ഇത്രയും സാധനങ്ങളാണ് ഇറ്റ് ഈസ് ദെയർ ഇൻ മൈ മേക്കപ്പ് ബാഗ് വൈൽ ട്രാവലിംഗ്. ട്രാവൽ ചെയ്യുമ്പോൾ ഇത്രയും സംഭവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇരിക്കുന്നത് നല്ലതാണല്ലോ. ഇപ്പം എന്താ പറയുക, ഒരു 6 ലിപ്സ്റ്റിക്കൊന്നും നമുക്ക് വേണമെന്നില്ല, ബട്ട് സ്റ്റിൽ എങ്ങാനും നമുക്ക് മാറ്റിയിടാൻ തോന്നിയാലോ. So അത്രേ ഉള്ളൂ. These are all the things I carry in my makeup bag while traveling. So see you in the next video. Thank you for watching. Bye bye.